നീല നീലാവിൻ്റെ തോണിയിലേറുമ്പോൾ നീലാംബരിക്കുന്നു നാണം, നീലാംബരിക്കുന്നു നാണം. ആതിര വന്നു വിളിച്ചുണർത്തി ചാരേ ആവണിപ്പൂക്കൾ വിരിഞ്ഞു. പയ്യാരം ചൊല്ലുന്ന പഞ്ചവർണ്ണ കിളി പൊന്നിൻ പൂത്താലി തീർത്തു വച്ചു. ഒരു പൊന്നിൻ പൂത്താലി തീർത്തു വച്ചു. നീല നീലാവിൻ. ശരി, നയൻതാരയുണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം. നയൻതാര, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പലരും അല്ലേ പാട്ട് പാടുന്നവർ, മലയിൽ കലാരംഗത്ത് എന്തെങ്കിലുമൊക്കെ അഭിരുചിയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഈ ജനസേവനത്തിലേക്ക് ഇറങ്ങിയാൽ പഞ്ചായത്ത് മെമ്പർക്ക് പിടിപ്പത് ജോലി പലയിടത്തും ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഇനിയും സമയം കിട്ടാറില്ല. എന്തായാലും സുമിത്ര ജനസേവനവും ഒപ്പം തന്നെ പാട്ടും ഒക്കെ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. ഈ കൂട്ടുകാരൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം വിളിച്ചു എന്നൊരു സന്തോഷം കൂടിയുണ്ട്. എങ്ങനെയാണ്, നേരത്തെയും ഇത്തരം പരിപാടികളിലൊക്കെ ഉണ്ടോ? ഇനിയും സജീവമായി വേദിയിൽ കാണുമോ മെമ്പറെ? ഭാഗ്യം എപ്പോഴാ എങ്ങനെയാ തുറച്ചു വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്, ലളിതഗാനം ആലപിച്ചിരിക്കുന്നത് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗമായ സുമിത്രയാണ്. കഴിഞ്ഞ വർഷം കുറ്റ്യാടി തൊട്ടിൽപ്പാലത്തുള്ള KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിനിടെയാണ്, ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ഈ ഗ്രാമപഞ്ചായത്ത് അംഗമായ സുമിത്ര. അപ്പോഴാണ് ഈ ഒരു ഗാനം, ഈ ലളിതഗാനം ആലപിക്കുന്നത്. അന്ന് ഈ ഗാനം മനോഹരമായി തോന്നി അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ RK സുഗുണൻ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നും ഈ ലളിതഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സുമിത്രയ്ക്ക് ഇപ്പോഴും സന്ദേശങ്ങൾ, അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം പറയുന്നതിനിടയിൽ സുമിത്ര പറഞ്ഞത് അവരെ സംഗീത സംവിധായകൻ ഉൾപ്പെടെ വിളിച്ചു എന്നാണ്. കൂടാതെ ഈ ഗാനം എഴുതിയ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാനം എഴുതിയ ആളും അവരെ നേരിട്ട് വിളിച്ചു എന്ന് പറയുന്നു. അതിൽ പരം സന്തോഷം എന്തുണ്ട് എന്നാണ് സുമിത്ര പറയുന്നത്. മറ്റൊരു കാര്യം എന്നത്, സുമിത്ര മനസ്സിൽ പോലും കരുതിയില്ല ഇങ്ങനെ ഒരു ഗാനം ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനിടയിൽ ഈ ലളിതഗാനം ആലപിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഗാനം ഇത്രയും വൈറലാവും, ആളുകൾ ഇതിനെ ഏറ്റെടുക്കും എന്നത്. ഞാനൊക്കെ പാട്ട് പാടാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ട് പാടാറുണ്ട്. എൻ്റെ പാട്ടൊന്നും ആരും കാണാറില്ല. പക്ഷേ നമ്മുടെ ഭാഗ്യം, നമുക്ക് എപ്പോഴാണ് ഭാഗ്യം വരുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. സുമിത്ര പറയുന്നു, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ട്, പഠിച്ചിട്ടില്ല, ഇങ്ങനെ പല പരിപാടികളിലും പാടുന്നു, ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. ആൽബങ്ങളിലൊക്കെ പാടാൻ വേണ്ടി അവസരം ലഭിച്ചിരുന്നു, പക്ഷെ ഒരുപാട് ദൂരങ്ങളിലായതുകൊണ്ട് അതിന് ശ്രമിച്ചില്ല എന്നാണ് സുമിത്ര പറയുന്നത്. അതിന് ശ്രമിക്കാതിരിക്കരുത്, ശ്രമിക്കുക, നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് വരുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഇനി അവസരം വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ അവർ പറയുന്നു, നയൻതാരയും ശ്രമിക്കുക അല്ലേ, പാടുക. പാട്ടാരും കാണുന്നില്ല എന്നുള്ള വിഷമം വേണ്ട, കൂടുതൽ പാട്ടോട് ഞങ്ങളൊക്കെ ലൈക്ക് ചെയ്യാം.